ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഞാനിന്ന് എൻ്റെ ഒരു കുട്ടി ബാൽക്കണി ഗാർഡനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 7 months ഒക്കെ നമുക്ക് ചെടികൾ പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് വിൻ്റർ ആവും. പിന്നെ എല്ലാം അകത്ത് കൊണ്ടുവെക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വാങ്ങി വെക്കാറില്ല. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, അപ്പോഴേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാലോ. ഈ ഒരു ചുവപ്പ് ചീരയിലെ ഇവിടെ പൊതുവെ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഷോപ്പുകളിലും വാങ്ങിക്കാൻ അങ്ങനെ വളരെ റെയറായേ കാണാറുള്ളൂ. വിത്ത് നമുക്ക് കിട്ടാറില്ല. ഞാനിവിടെ വന്ന ആ സമയത്ത് നമുക്കൊരു ഈ അപ്പാർട്ട്മെൻറ്റ്സിനൊരു ഇന്ത്യൻ ഗ്രൂപ്പുണ്ട്. അതിൽ ചീരത്തൈ വിൽക്കുന്നതായ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഓടിപ്പോയി വാങ്ങിച്ചതാ ഒരു 2 തൈ. അതിൽ നിന്ന് വിത്തുണ്ടാക്കി നട്ടവയാണ് ഇതൊക്കെ. ഞാൻ ചീര കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നേക്ക് നമുക്ക് വേണ്ടി. കുറച്ച് മുകളിൽ വെച്ച് ഇതുപോലെ ആണ് ചെയ്തിരിക്കുന്നത്. ചീര ഇനിയും കിളിർത്ത് വരുമല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാ. ഇത് കണ്ടോ, ഇത് വള്ളിച്ചീരയാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, ഗ്രീനും പിന്നെ ഈ റെഡ് തണ്ട് ഈ റെഡിഷ് ആയിട്ട് കിടക്കും. ഇത് നമുക്ക് ഒരേ ചെടിയിൽ നിന്ന് പലതവണയായി നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയാണ്. ഇത് പിന്നെ കുക്കമ്പർ. പിന്നെ മുല്ലയുണ്ട്. അമേരിക്കയിൽ പൊതുവെ നമ്മൾ ഷോപ്പിൽ ചെടി വാങ്ങിക്കാനൊക്കെ കയറുമ്പോൾ മനോഹരമായ വെറൈറ്റിയുള്ള പൂച്ചെടികളൊക്കെ ഒരുപാട് കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികൾ ഇവിടെ എവിടെയെങ്കിലും കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷം. അതുകൊണ്ട് തന്നെ ആ ടൈപ്പാണ് ഞാൻ പലപ്പോഴും വാങ്ങിക്കാറ്. നമ്മുടെ നാട്ടിലെ തുളസി, മുല്ല, ചെമ്പരത്തി, പിന്നെ കറിവേപ്പില തൈയൊക്കെ ഇവിടെ സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല റേറ്റും ഉണ്ട്. വലുതായൊരു ഗാർഡൻ അല്ലെങ്കിൽ ഈ ചെറിയ ബാൽക്കണി എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കോർണറാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടാറുണ്ട്. ഇതുകൂടാതെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.